സർ, തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ടി.വി.കെ പാർട്ടിയിലെ ക്യാബിനറ്റിലെ ഒരംഗം ആദവ് അർജുന, അതൊരു മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്, ഇന്ത്യയുടെ തെക്കേ ഇന്ത്യയിൽ നിന്നും ഒരു പ്രധാനമന്ത്രി ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് പുള്ളി ഉദ്ദേശിച്ചത് വിജയ് ഇനി അടുത്തത് പ്രധാനമന്ത്രിയാകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണോ പറഞ്ഞതെന്നറിയില്ല. പക്ഷേ ഇല്ലേ സാർ, നമ്മുടെ തെക്കേ ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി ഒന്നും വന്നിട്ടില്ല ഇതുവരെ. തെക്കേ ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ആദവ് അർജുൻ അയാൾക്ക് അറിയാൻ വയ്യാത്തതാണോ, മന്ത്രി ആയതുകൊണ്ടും പ്രധാനമന്ത്രി എന്നുള്ള വിഷയമായതുകൊണ്ട് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയില്ലേ, ഇത് ചർച്ചയാവുമല്ലോ. അപ്പം ഇപ്പൊ അണ്ണൻ ഈ നമ്മുടെ അവിടുത്തെ വിജയണ്ണൻ ഇപ്പം നമ്മളാരും വിചാരിച്ച അല്ലല്ലോ വിജയണ്ണൻ മുഖ്യമന്ത്രി ആവുമെന്ന്. വിജയണ്ണൻ മുഖ്യമന്ത്രിയായി, വിജയണ്ണൻ അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിജയണ്ണന്റെ അടുത്ത ആഗ്രഹം പ്രധാനമന്ത്രി പദമാണ്. ഞാൻ അതിന് കുറ്റമൊന്നും പറയുന്നില്ല. കാരണം അയാൾക്ക് മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹിക്കാം, പ്രധാനമന്ത്രി ആവാൻ ആഗ്രഹിക്കാം, രാഷ്ട്രപതി ആവാൻ ആഗ്രഹിക്കാം. ഇന്ത്യക്കകത്ത് അത്രേ പറ്റത്തുള്ളൂ. ഇന്ത്യ പൗരനായതുകൊണ്ട് ഇന്ത്യക്കകത്ത് അത് അത്രയൊക്കെ പറ്റത്തുള്ളൂ. കാരണം രാഷ്ട്രപതിയെക്കാട്ടി എനിക്ക് തോന്നുന്നു ജനങ്ങൾക്കിടയിലും അല്ലെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുമൊക്കെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അതൊക്കെ ആഗ്രഹിക്കാം. പക്ഷെ അത് ആഗ്രഹിക്കുന്നത് ആരെങ്കിലും ഒന്ന് പറയണ്ടേ? നമ്മൾ ചില ഇലക്ഷനൊക്കെ ഇരിക്കുമ്പോൾ നീ എൻ്റെ പേരൊന്ന് പറയടേ എന്നാലേ എന്ന് പറയുന്നത് ആരെങ്കിലും ഒന്ന് പറയണ്ടേ? അപ്പൊ അതുകൊണ്ട് ഈ അർജുൻ എന്ന് പറയുന്ന മന്ത്രി പറഞ്ഞിരിക്കുന്നു. അപ്പം അർജുൻ്റെ അടുത്ത് ഒരു കാര്യം, അർജുൻ ഇതിപ്പോ തന്നെ ഒരു വിഭജനമാണ് ഇതിന് നടക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹം ഹിന്ദി ഒരു പ്രശ്നമായിട്ടാണല്ലോ തമിഴ്നാട്ടുകാർ കാണുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലും അവിടെ ഈ വന്ദേ മാതരത്തിന്റെ വിഷയം മറ്റേത് വിഷയം വന്നപ്പോ അന്നും തമിഴ് അത് പാടിയിട്ടേ ഇത് പാടത്തുള്ളൂ. ആ രീതിയിലേക്ക് ആൾക്കാരെ ഇന്ത്യക്കകത്തു നിന്ന് ഭാഷയുടെ കെയർ ഓഫിൽ വിഭജിച്ച് നിർത്തുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആൾക്കാരുള്ളവരുടെ ഇത് പാസ്സാക്കിയതിനകത്ത് ഇവരെല്ലാം ഒന്നിച്ചാ പാസ്സാക്കി. പ്രതിപക്ഷമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളത് ഇയാള് അണ്ണ ഈ പറഞ്ഞ ആയിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന നമ്മുടെ ദേശീയ ഭാഷ ഹിന്ദിയ. അണ്ണ എങ്ങനെ ആൾക്കാരെ അഭിസംബോധന ചെയ്യും? ഇന്ത്യ മഹാരാജ് പുള്ളി അങ്ങ് പ്രധാനമന്ത്രിയായി, പുള്ളി അങ്ങനെ ആൾക്കാരെ അഭിസംബോധന ചെയ്തു. അത് തന്നെ ആദ്യത്തെ വിഷയമല്ലേ. അപ്പൊ അണ്ണൻ ആദ്യമേ ഈ ആഗ്രഹം ഉണ്ടെങ്കിൽ ഹിന്ദി പഠിക്കണം, അവിടെ ഹിന്ദി കൊണ്ടുവരണം. അല്ല അങ്ങനെ വേണ്ടല്ലോ, പുള്ളിക്ക് ഇതുപോലെ പറയണ്ടേ, ഹിന്ദി അറിയണോ? ഹിന്ദി അറിയണമല്ലോ. അപ്പൊ ആദ്യമേ ഹിന്ദി പഠിക്കണം, ദേശീയവാദി അംഗീകരിക്കണം, ഇന്ത്യ മൊത്തത്തിൽ അംഗീകരിക്കണം. രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞതിനകത്തൊരു വിഭജന രാഷ്ട്രീയമില്ലേ. ഇപ്പം ഇതിനകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന സമയത്തും ഭരിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളി പറയുന്നത് സൗത്ത് ഇന്ത്യക്കാർക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടാകണം. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതായത് വിവരക്കേടാ. സൗത്ത് ഇന്ത്യക്കാരനായിരുന്നു ഈ പറയുന്ന നമ്മുടെ നരസിംഹറാവു. കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ തെലുങ്കാണെങ്കിൽ 5 കൊല്ലം ഭരിച്ചു നല്ല ഭരണാധികാരിയൊക്കെ ആയിരുന്നു. തെലുങ്കാനയിൽ നിന്നായിരുന്നല്ലോ. പിന്നെ നമുക്കറിയത്തില്ല ഈ ദേവഗൗഡ, കർണാടക, സൗത്ത് ഇന്ത്യക്കാരനല്ലേ. അപ്പൊ സൗത്ത് ഇന്ത്യ എന്ന് വന്നിട്ടുണ്ട്, മിഡിൽ ഈസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പം ഗുജറാത്തിൽ നിന്നുള്ള പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി ആയിട്ട് ഇരുന്നിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയാമോ? ഈ നമ്മുടെ UP-യാ, നെഹ്റു UP-യാ. അപ്പൊ ബാക്കി പിന്നെ പറയാമല്ലോ, നെഹ്റുവിന്റെ ആൾക്കാരല്ലേ വന്നിട്ടുള്ളൂ. ലാൽ ബഹദൂർ ശാസ്ത്രി UP-യാ, മനസ്സിലായില്ലേ? പിന്നെ ഇവര് ബാക്കി വടക്കേ ഇന്ത്യൻ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും ആണ് വരുന്നത് എന്നുള്ള രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. വടക്കേ ഇന്ത്യയിലെ 1, 2, 3 ഇടത്ത് നിന്ന് മാത്രം പ്രധാനമന്ത്രിയെ ആണ് വരുന്നത് എന്നുള്ള രീതി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അപ്പം ആ രീതിയിലേക്ക് ഒരു വിഭജനം എന്നാൽ അങ്ങനൊന്നുമല്ല. മഹാരാഷ്ട്രയാണല്ലോ ഏറ്റവും കൂടുതൽ GDP ഗ്രോത്ത് ഉള്ള ഇന്ത്യയുടെ സംസ്ഥാനം. മഹാരാഷ്ട്രയിൽ നിന്ന് പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്, ബീഹാറിൽ നിന്ന് പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്. ഇല്ലല്ലോ. ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സിഖുകാരൻ മൻമോഹൻ സിംഗുകാരൻ എത്ര വട്ടം പ്രധാനമന്ത്രിയായി? അപ്പൊ അങ്ങനെയൊന്നും നോക്കിയല്ലോ. അപ്പൊ ഇന്ത്യക്കകത്ത് എവിടെ നിന്നേലും ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുന്നു. അത് പ്രധാനമന്ത്രി എങ്ങനെ തിരഞ്ഞെടുക്കുന്നു? നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രക്രിയയിലൂടെ, ആ ഒരു രീതിയിൽ കൂടെയല്ലേ പ്രധാനമന്ത്രി തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അല്ലാതെ തിരഞ്ഞെടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇപ്പൊ മൻമോഹൻ സിംഗ് 10 കൊല്ലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അയാൾ രാജ്യസഭയിൽ കൂടെ MP ആയി. അയാൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ജനത്തിന്റെ ഇടയ്ക്ക് നിന്നായിട്ടില്ല. അതിനയാൾ ശ്രമിച്ചിട്ടുമില്ല. ഒരു പക്ഷേ നിന്നാലാകത്തുമില്ലായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം മോശക്കാരനൊന്നുമല്ല. അയാൾ വലിയൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആയതുകൊണ്ട് അദ്ദേഹം കൊണ്ടുവന്ന പല കാര്യങ്ങളും അയാൾ ആഗ്രഹിക്കുന്നത് പോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ അത് തന്നെ പിന്തുടർന്നതാണ് മോദി. മോദി പലപ്പോഴും പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ ചില ബഡ്ജറ്റുകളും അല്ല ചില സംശയങ്ങളും ചില കാര്യങ്ങളും ഒക്കെ ആലോചിക്കാൻ ഈ മനുഷ്യനെ കാണാൻ പോകാറുണ്ട്. അദ്ദേഹത്തിന് ഉപദേശം തേടാറാണ്. അത്രയ്ക്ക് വലിയൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അപ്പൊ അദ്ദേഹം ജനങ്ങൾക്കിടയ്ക്ക് നിന്ന് തെരഞ്ഞെടുക്കപ്പെടാത്തത് കൊണ്ട് അദ്ദേഹം മോശമാകും. ഇപ്പൊ ജനങ്ങൾക്കിടയ്ക്ക് നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളല്ലേ നമ്മുടെ റഹീമും ബ്രിട്ടാസും ഒക്കെ. അപ്പം അവർക്കൊക്കെ ഈ ജനാധിപത്യത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്.
ജനാധിപത്യത്തിനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അണ്ണന് മുഖ്യമന്ത്രിയാവാം, അണ്ണനും പ്രധാനമന്ത്രിയാവാം, ജനം തെരഞ്ഞെടുത്താൽ മതി. ജനത്തിന് അയാളുടെ ഇപ്പൊ അണ്ണൻ പ്രധാനമന്ത്രിയായ എങ്ങനെ? അണ്ണൻ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന ഉച്ചി കുത്തിച്ചാടുന്നു, 100 പേരെ തൊഴിക്കുന്നു പുള്ളി, അല്ലെങ്കിൽ നാട്ടിൽ മൊത്തം നീതി നടപ്പാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ 16 പേരെ 26 പേരെയും വലിയ വലുപ്പത്തിൽ മതിലുമൊക്കെ ചാടി വന്ന് ഈ വിജയ് തൊഴിക്കുന്നതായിട്ടല്ലേ കാണുന്നത്. അതുപോലും ഡ്യൂപ്പിനെ വെച്ചല്ലേ ചെയ്യുന്നത്. ഈ പാവം പിടിച്ച് കാണുന്നവന്മാര് കൈയടിക്കുന്നവര് വിജയെണ്ണം വന്നാൽ ഇതുപോലെ എല്ലാവരെയും തൊഴിച്ച് തെങ്ങക്കേറ്റുമെന്നുള്ള കാര്യം വിചാരിച്ചല്ലേ തമിഴ്നാട്ടിലെ വോട്ട് ചെയ്യുന്നത്. ആ ഒരു അന്ധത അല്ലെങ്കിൽ ആ ഒരു കാര്യം, അങ്ങനെ ഈ പറയുന്ന ആൾക്കാരെ കബളിപ്പിച്ചിട്ടും കഴിവില്ലാത്തവന് ഈ പറയുന്ന ഇടങ്ങളിൽ വരാൻ പറ്റുന്ന ഒരു കുഴപ്പം, ഒരു ഡ്രോബാക്ക് എപ്പോഴും ഈ നമ്മുടെ ജനാധിപത്യത്തിനുണ്ട്. ജയിലിൽ കിടന്നും മത്സരിക്കാം. ജയിലിൽ കിടക്കുന്ന വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ജയിലിൽ കിടക്കുന്ന എനിക്ക് മത്സരിക്കാം. അവനെ തെരഞ്ഞെടുത്താലോ ജനപ്രതിനിധി. എത്രയോ MP ജയിലിൽ കിടന്നിട്ട് ജനപ്രതിനിധികളായിട്ടുണ്ട്. അപ്പൊ ആ ഒരു നമ്മുടെ ജനാധിപത്യത്തിന് സൗന്ദര്യമുള്ളപ്പോഴും അതിന് കുറച്ചെങ്കിലും ഡ്രോബാക്കുകളുണ്ട്. അതാണ് ഈ പറയുന്ന കുഴപ്പം. ഇപ്പം ഇദ്ദേഹം നമ്മൾ പറഞ്ഞു ഒച്ച അടഞ്ഞ അക്ഷരമാവും. ചിലപ്പോൾ ഒച്ചിങ്ങനെ എഴഞ്ഞു പോകുമ്പോൾ നമുക്ക് തോന്നും എന്നൊക്കെ തോന്നും. അത് അറിയാതെ എഴഞ്ഞു പോകുന്നു. അതുപോലെ വിജയ്ക്ക് സംഭവിച്ചു. വിജയ് എന്ന് പറയുന്ന ആൾ ഒന്ന് ശ്രമിച്ചു നോക്കി, ആ ശ്രമം അവിടുത്തെ ആൾക്കാരുടെ വിവരക്കേട് കൊണ്ടങ്ങ് നടന്നു. ഇപ്പൊ അയാൾ ഭരിക്കുന്നത് ശരിയോ തെറ്റോ ഇല്ലെന്നുള്ളവരെയൊക്കെ 5 കൊല്ലം കഴിയുമ്പോൾ പറയും. ഏതായാലും ഇനി അയാൾ വിജയിക്കണമെങ്കിൽ, രാഷ്ട്രീയം ഒരു രാജ്യം ഭരിക്കാൻ കഴിയുന്ന ഒരാളാവണമെങ്കിൽ അയാൾ വളരെ ചെറുപ്പത്തിലെ പൊതുരംഗത്തുള്ള ആളായിരിക്കണം. ജനങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും ജനങ്ങൾക്കിടയിൽ നിന്നിട്ട് ജനത്തിന്റെ വിഷയങ്ങൾ മനസ്സിലാക്കുന്ന ആളായിരിക്കണം. അയാൾക്ക് ഇന്നലത്തെ ഇന്ത്യ അറിയണം, ഇന്നത്തെ ഇന്ത്യ അറിയണം, നാളത്തെ ഇന്ത്യ അറിയണം. ഈ പറയുന്ന ഇയാൾക്ക് ഇന്നത്തെ തമിഴ്നാട് നാളത്തെ തമിഴ്നാടിനെ അറിയണം. അയാളൊക്കെ ഒരു കൾച്ചർ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അയാൾക്ക് AC കാറും ഹെലികോപ്റ്ററും വിമാനവും 5 സ്റ്റാർ സംവിധാനവും ഫുഡും ഒക്കെ അറിയത്തുള്ളൂ. ബാക്കിയൊക്കെ സിനിമയ്ക്കകത്ത് കണ്ടതും അഭിനയം ഒക്കെയാണ്. അതിനകത്ത് എത്രത്തോളം കാര്യങ്ങളുണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അയാളുടെ മുഖ്യമന്ത്രി അയാൾ ആക്ഷൻ ഹീറോ ബിജുവിന്റെ കൂട്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓടിപ്പോകും. പക്ഷെ നാളെ കാലത്ത് അത് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒക്കെ ഇയാളെ പറ്റിക്കും. ഇതുപോലെ തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇവിടുത്തെ ചായക്കടക്കാരൻ കഴിഞ്ഞ ദിവസം ലുങ്കിവാല എന്ന് വിളിച്ചപ്പോഴത്തേനും ബ്രിട്ടാസിന് പൊള്ളിയല്ലോ. നിങ്ങൾ ഓർമ്മയുണ്ടോ? ഒരു ചായക്കടക്കാരനായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഇവിടെ മത്സരിക്കാൻ വന്നപ്പോൾ ചായക്കടക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം മൊത്തവും തള്ളിപ്പറഞ്ഞായി നരേന്ദ്രമോദി അതങ്ങ് എടുത്ത് ചായക്കടക്കാരൻ. മനസ്സിലായില്ലേ? ചായക്കടക്കാരനെ ഇങ്ങോട്ട് എടുത്തിട്ട് പുള്ളി ഇവന്മാർ വട്ടം നടന്ന് പറയില്ലേ, പുള്ളി വലിയ വലിപ്പത്തിൽ അങ്ങ് പ്രചരണം കൊടുത്തു. വലിയ വലിപ്പത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അറിയാമായിരിക്കും. ചായക്കടകളിലെല്ലാം നരേന്ദ്രമോദിയുടെ സ്ക്രീൻ വെച്ചേക്കാൻ പറഞ്ഞു, കാണിച്ചുകൊണ്ടിരിക്കുക ചായക്കടക്കാരൻ മോദി. എന്റെ പൊന്ന് സന്ധ്യയെ, നരേന്ദ്രമോദിക്ക് അറിയാം 68% വരുന്ന ഇന്ത്യയിലെ ജനങ്ങൾ ചായക്കടക്കാരന്റെയും ചെരുപ്പ് കുത്തിയുടെയും മറ്റ് പല താഴെ കിടക്കുന്നവന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവനാ. അവൻ ഒന്ന് ചിന്തിച്ചാൽ മതി, എന്തുകൊണ്ട് ചായക്കടക്കാരന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ പറ്റത്തില്ലയോ എന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ ഈ 68% വരുന്നിടത്ത് 30% ആൾക്കാർ പോട്ടെ, 25% ആൾക്കാർ വേണ്ട, മറ്റ് പല ആൾക്കാരുടെ കൂടെ ഒരു 20% ആൾക്കാർ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ പിന്നെ നരേന്ദ്രമോദി അല്ലാതെ ആരാ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത്? അപ്പം അയാളത് അന്നൊരു ആക്ഷേപം, ഇയാളെ വല്ലതായിരുന്നെങ്കിൽ ചായ തലക്കൂടെ കോരി ഒഴിച്ച് ചത്തേനെ. ആരാ ഈ ബ്രിട്ടാസ വല്ലതായിരുന്നെങ്കിൽ ചൂട് ചായ നമ്മൾ തിളപ്പിച്ച് എന്റെ തലയിലോട്ട് ഒഴിച്ചോടാൻ കൊണ്ട് ഒഴിച്ച് ചത്തേനെ. നരേന്ദ്രമോദി ചായക്കടക്കാരൻ ആണ് എന്നുള്ളത് ഇവർ കളിയാക്കിയപ്പോൾ, അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്നുള്ള ഈ ഒരു കൂട്ടക്കുരുതിക്കാരനാണ്, നരഭോജിയാണെന്നുള്ള കാര്യം പറഞ്ഞ് കളിയാക്കിയപ്പോൾ ആ തിലകം എടുത്ത് നെറ്റിക്കിട്ട് അത് ഓട്ടാക്കി മാറ്റിയ ഒരു പാരമ്പര്യമുള്ള ഒരാളാണ്. അത്തരത്തിലുള്ള രാഷ്ട്രം അല്ലെങ്കിൽ പരിചയം അത് കുറഞ്ഞ കാലം കൊണ്ടല്ല, വളരെ കൊച്ചുനാളിൽ തൊട്ടേ ശീലിച്ചതാണ്. അതുകൊണ്ട് ഇറങ്ങി ശീലിച്ചതാണ്. സാധാരണക്കാരൻ്റെ ഇടയിൽ ഇറങ്ങി രാഷ്ട്രീയം പഠിച്ച് വന്ന് രാഷ്ട്രീയക്കാരനായി, ഒരുപക്ഷെ മുഖ്യമന്ത്രിയായി, പ്രധാനമന്ത്രിയായിട്ട് വന്നിട്ടില്ല. അതുപോലെയൊക്കെ ഈ അണ്ണന് പറ്റുമോ? അണ്ണൻ എന്തായാലും അണ്ണന് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അണ്ണൻ മോശക്കാരനല്ല. നമുക്ക് എപ്പോഴും ആ രീതിയിലുള്ള ചിന്ത തന്നെ വേണം. അണ്ണൻ ആ ചിന്ത വേണം. അണ്ണൻ നോക്കി, അണ്ണൻ എനിക്ക് സിനിമാ നടനാവണം, കോടികൾ ഉണ്ടാക്കണം, എനിക്ക് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആകണം, ഇനിയും പ്രധാനമന്ത്രിയാണ്. അണ്ണനെ കുറ്റം പറയാൻ നമ്മളില്ല. പക്ഷെ അണ്ണനെ ആക്കണോ വേണ്ട എന്ന് ഉള്ളവർ ഇത് തീരുമാനിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു അവസ്ഥ. ആരെങ്കിലുമൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാലും ഇപ്പം നമ്മൾ ആസ്വദിക്കുന്ന രീതിയിൽ നമുക്കൊരു ലക്ഷ്യബോധത്തിലേക്ക് നമ്മൾ പോകുന്നു. ബോധമുള്ളവരെങ്കിലും ഇന്ത്യയെ സ്നേഹിക്കുന്നവരെങ്കിലും നാളെ കാലത്ത് ഇന്ത്യ ഈ പോക്ക് പോയാൽ നമ്മൾക്കെല്ലാം ഇന്ത്യയിൽ സുഭിക്ഷമായിട്ട് ജീവിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇടം ഉണ്ടാകും.
ഇന്ത്യയെ നശിപ്പിച്ച് കൈ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 4-5 പേര് കൂടി അവിടുത്തെ കാശ് തരാമെന്ന് മേടിച്ചിട്ട് ആ കാശ് മേടിച്ച് സൂചിക്കാതിരിക്കുന്നതിന്റെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. അല്ല, ഇന്ത്യക്കകത്ത് ഇന്ത്യ സ്നേഹിക്കുന്നത് അവർക്ക് ഈ സൈസ് അണ്ണന്മാർ വന്ന് അവന്റെ പ്രശ്നമായിരിക്കും. ഏതായാലും വിജയണ്ണന്റെ കാര്യം ഞാൻ പറഞ്ഞു. വിജയണ്ണന്റെ അടുത്ത ലക്ഷ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.